ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ നിക്കാഹനാമ ബുക്ക്ലെറ്റ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കിയാലോ. ബുക്ക്ലെറ്റിൽ ആഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട സൈസ് വരുന്നത് A4 ആണ്. സോ ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ കവറിങ്ങിന് വേണ്ടി വെൽവെറ്റ് ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന രീതിയിൽ കളറൊക്കെ ചൂസ് ചെയ്യാം. ഞാനിവിടെ കസ്റ്റമറിന് വൈറ്റ് കളർ തന്നെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഫോം ബോർഡ് ഫാബ്രിക് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത്. കസ്റ്റമർ അവർ നിൽക്കാൻ 2 ഡേയ്സ് മുമ്പാണ് ഓർഡർ കൺഫേം ചെയ്തത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ വെൽവെറ്റൊക്കെ പർച്ചേസ് ചെയ്ത് ആക്രിലിക് കട്ടിങ്സ് റെഡിയാക്കി എടുത്തു. സർട്ടിഫിക്കറ്റിൻ്റെ മാറ്റർ സെറ്റ് ചെയ്യുന്നതും എഡിറ്റൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇൻഷാല്ല പിന്നെ അപ്ലോഡ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ഫോം ബോർഡ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബുക്ക് പോലത്തെ എന്തെങ്കിലും കട്ടിയുള്ള സാധനം അതിൻ്റെ മേലയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദി ടൈം ലാസ്റ്റ് മിനിറ്റിലെല്ലായിരിക്കും എന്തെങ്കിലും പണി കിട്ടുക. അങ്ങനെ വീട്ടിൽ ഗ്ലൂ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈമാണ് പണി കിട്ടിയത്. കോളേജെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രീ ആയി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു നൈറ്റ് 11-12:30 ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. ആ ഒരു ടൈമിൽ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഗ്ലൂ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് കഴിയാറായ ഒരു ഗ്ലൂ ഉണ്ടായിരുന്നു. സോ അത് വെച്ച് തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി. പിന്നെ ഇതിൻ്റെ 4 എഡ്ജസും നമ്മുടെ ബുക്കെല്ലാം കവർ ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ സെൻറ്ററിൽ വെൽവെറ്റിൻ്റെ തന്നെ പീസാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ഗോൾഡൻ കാർഡ് സ്റ്റോക്കൊക്കെ യൂസ് ചെയ്യാം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പ്രോപ്പറായി സ്റ്റിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ പ്രിൻ്റൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. സർട്ടിഫിക്കറ്റ്സിൻ്റെ പ്രിൻ്റെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുക്കാറ്. ഒരു ഗ്ലോസി ടെക്സ്ചർ വരുന്ന പേപ്പറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് വരുന്ന ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ചെയ്തെടുത്ത ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ നെയിം വരുന്ന അക്രിലിക് കട്ടിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അക്രിലിക് ഒട്ടിക്കാനോ നമ്മൾ സെയിം ഗ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബുക്ക്ലെറ്റിൻ്റെ ഔട്ടർ കവറിൽ കപ്പിൾസിൻ്റെ നെയിം വെച്ചിട്ട് ലോഗോയും റൗണ്ട് ബോർഡറും ആണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിക്കാഹിൻ്റെ ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു കട്ടൗട്ട്സും 4 എഡ്ജിൽ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ കോർണർ കട്ടൗട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ടൗട്ട്സ് ഒട്ടിച്ചു കൊടുക്കുന്ന ടൈം ഗ്ലൂ വെൽവെറ്റിൽ ഒന്നും സ്പ്രെഡ് ആവാതെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഈ വർക്കിൻ്റെ ഫോട്ടോസൊക്കെ നെക്സ്റ്റ് ഡേ മോർണിംഗ് കോളേജിൽ പോകുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതെൻ്റെ കോളേജിലൊരു ഫ്രണ്ടിനായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത്. മോർണിംഗിലെ റഷസിൻ്റെ ഇടയിൽ എടുത്ത ഫോട്ടോസിന് എന്തോ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സോ ഞാൻ കോളേജിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.